അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്നുകൂടെ പറയാം, എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് M ആണ്. സുനീഷിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടേക്ക് നിരവധി കോടാനുകോടി രൂപയുടെ ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിൽ നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതിൽ പ്രമുഖമായിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ CMRൽ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മറ്റോ കൊടുത്തിട്ടുള്ള അക്കൗണ്ടെല്ലാം CMRലെ അക്കൗണ്ട് എന്നാണോ എന്ന് നിർബന്ധമില്ല. പക്ഷേ ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ച് സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം, SNC ലാവലിൻ, നമുക്കെല്ലാം അറിയാം, 1999 മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പിയാണിത്. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ IA ആയി ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതിയും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെൻറ്റ് ചെന്നൈ, അതുപോലെ ജോയിൻറ്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ്. ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ IASുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കമ്പനിയായി ബന്ധപ്പെട്ട കരാറ് 2018 ഡിസംബർ 1 കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറ് പിന്നീട് 2020 നവംബർ 30 എടുത്ത് പരിശോധിക്കേണ്ട, 2018 ഡിസംബർ 1 2020 നവംബർ 30 ഈ കരാർ അവസാനിക്കുന്നത്. അതായത് ഈ വിവാദമുണ്ടായതിൻ്റെ പേരിൽ കരാർ അവസാനിക്കുന്നു. 2018 ഡിസംബർ 1 2020 നവംബർ 30 ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം, സ്വപ്ന സുരേഷിൻ്റെ ആ ഒരൊറ്റ എഗ്രിമെൻറ്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRൻ്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത്. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം 17 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് എൻ്റെ പരാതിയിൽ സെക്ഷൻ
കമ്പനീസ് ആക്ട് സെക്ഷൻ 212 14A അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെക്കുറിച്ചും ഈ അക്കൗണ്ടിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്.